السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى لنريك من آياتنا الكبرى اذهب إلى فرعون إنه طغى قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى لنريك من آياتنا الكبرى اذهب إلى فرعون إنه طغى قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പടച്ചറബിന്റെ വിധിവിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയുടെ 7-ാമത് ക്ലാസ്സിലാണ് ഇന്ന് നമ്മളുള്ളത്. കുവൈത്തിലെ മഗ്‌രിബ് നമസ്കാരത്തിന്റെ സമയം കുറെ നേരം വൈകിയത് കൊണ്ട് 7 മണിയോട് അടുത്ത സമയത്താണ്, 6:30 കഴിഞ്ഞതിന് ശേഷമാണ് മഗ്‌രിബ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്ലാസിന്റെ സമയത്തിൽ ചെറിയ ക്രമീകരണം വരുത്തിയിരിക്കുകയാണ്. ഏതാനും ആഴ്ചകളിൽ സ്വാഭാവികമായും ഒരുപാട് ആളുകൾക്ക് പ്രയാസമുണ്ടാകും. എല്ലാവർക്കും ഒന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കാവുന്നതില്ല. പ്രത്യേകിച്ച് ജോലിക്കാരായ ആളുകൾക്ക് ക്ഷമ ചോദിക്കാണ്. ഇതിന് ക്ലാസ് നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 22-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ശ്രദ്ധിക്കാം. واضمم يدك إلى جناحك تخرج بيضاء من غير سوء آية أخرى. മൂസാ നബി അലൈഹിസ്സലാമയോട് അള്ളാഹു വീണ്ടും സംസാരിക്കുകയാണ്. കയ്യിലുള്ള വടി നിലത്തിടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അത് നാഗമായി, സർപ്പമായി, പാമ്പായി മാറുകയുണ്ടായി. അങ്ങനെ മൂസാ നബിയോട് അത് പിടിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് പിടിച്ചപ്പോ പഴയ പടിയിലേക്ക് തന്നെ, വടിയായി തന്നെ അത് മാറുകയുണ്ടായി. മറ്റൊരു കാര്യമാണ് ഇവിടെ അള്ളാഹു അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്. അതെന്താണ്? താങ്കളുടെ കൈ കക്ഷത്തിലേക്ക് ചേർത്ത് പിടിക്കുക. വളുമും യദക ഇലാ ജനാഹിക, താങ്കളുടെ ജനാഹിലേക്ക്, കക്ഷത്തിലേക്ക്, യദക താങ്കളുടെ കൈ, വളുമും ചേർത്ത് പിടിക്കുക. ലമ്മ ചേർത്ത് പിടിച്ചു. തഖ്റുജ് ബൈളാ, അത് വെള്ള നിറമുള്ളതായി പുറത്തു വരുന്നതാണ്. ജനാഹിൽ, കക്ഷത്തിൽ കൈവച്ച് പുറത്തേക്കെടുത്താൽ അത് വെള്ള നിറമുള്ളതായിട്ട്, വെള്ള നിറമുള്ളത്. മിൻ ഗൈരി സൂഇൻ,
യാതൊരു ദൂഷ്യവും കൂടാതെ, കൈക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല, രോഗലക്ഷണങ്ങളൊന്നുമില്ല, വെള്ളപ്പാണ്ട് പിടിച്ചിട്ടൊന്നുമില്ല, ആ വെള്ളനിറം തികഞ്ഞ തെളിഞ്ഞ വെള്ളനിറം കാണുമ്പോ, അതും പ്രകാശം പരത്തുന്ന വിധത്തിലുള്ള ഒരു വെള്ളനിറം കൈക്കുണ്ടാകുമ്പോൾ ആ കൈക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ? രോഗലക്ഷണങ്ങൾ ഉണ്ടോ? ഇല്ല. യാതൊരു സൂപ്പും ഇല്ലാതെ, കൈക്ക് യാതൊരു ദൂഷ്യവും ഇല്ലാതെ ആ കൈ പുറത്തെടുക്കുമ്പോ വെള്ള നിറമുള്ളതായിട്ട് പുറത്തു വരുന്നതാണ്. ആയത്തൻ നുഹ്റ, അത് മറ്റൊരു ദൃഷ്ടാന്തമാണ്. ആയത്തൻ ഒരു ദൃഷ്ടാന്തമാണ്, ഉഹ്റ മറ്റൊന്ന്. വാക്കുകളുടെ അർത്ഥം ഒന്നും നീ ചേർത്ത് പിടിക്കുക. ഒന്നും എന്നാണ് ഒരു കൽപ്പനക്രിയയാണ് ചേർത്ത് പിടിക്കുക എന്ന്. യദക്ക, താങ്കളുടെ കൈ, യദുൻ പിന്നെ ക എന്നുള്ള രണ്ട് വാക്ക്. ഇല ജനാഹിക്ക, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, അത് ഏതെങ്കിലും വസ്തുവിലേക്ക് എന്ന അർത്ഥത്തിലാണ്. ജനാഹുൻ എന്ന വാക്കിന്റെ അർത്ഥം പാർശ്വം, ചിറക്, കക്ഷം. അതാണ് ജനാഹുൻ എന്ന്. ചിറക്, പാർശ്വഭാഗം, കക്ഷം. ക നിന്റെ, തഹ്റുജ് അത് പുറത്തു വരും, ഒരു വർത്തമാനകാല ക്രിയയാണ്. ഖറജ എന്നാണ് അതിന്റെ ഭൂതകാല ക്രിയ, പുറപ്പെട്ടു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക്. അതിൽ നിന്നുണ്ടായതാണ് തഹ്റുജു. ത എന്ന് ഉപയോഗിച്ചത് അത് സ്ത്രീലിംഗമാക്കാനാണ്. കൈ സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. ബൈളാൻ വെളുത്തതായി ഒരു വിശേഷണാണ്. സ്ത്രീലിംഗ വചനമാണ് ബൈളാവുൻ എന്നുള്ളത്. മാത്രമല്ല അതൊരു വിശേഷണമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ബൈളാവുൻ എന്നുള്ളത് നിറത്തെ സൂചിപ്പിക്കുന്ന, അബിയല് വെള്ള, അസ്വദ് കറുപ്പ്, അഹ്മറ് ചുവപ്പ് എന്നൊക്കെ പറയുന്ന ആ വാക്കുകളിൽ നിന്ന് ഉണ്ടായ ഒരു സംഗതിയാണ് ബൈളാവുൻ, വെളുത്തത്. സൗദാഉൻ എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന സംഭവം കേട്ടിട്ടില്ലേ? കറുത്തവളെ എന്ന് വിളിച്ച ഒരു സംഭവം. അത് വലിയൊരു അപാകതയാണ്. അത് കടലിൽ മുക്കിയാൽ ആ കടല് മുഴുവനും അത് കലങ്ങിപ്പോകുമാറുള്ള വലിയൊരു അപാകതയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ കേട്ടിട്ടില്ലേ? സൗദാഉൻ എന്നാണ് വാക്കിന്റെ, കറുത്തവൾ എന്ന അർത്ഥത്തിൽ ആണ് അത് വാക്കുപയോഗിക്കുന്നത്. നമ്മുടെ ബൈളാവുൻ വെളുത്തത്. മിൻ ഒയിരി കൂടാതെ, മിൻ നിന്ന്, ഒയർ അല്ലാതെ അല്ലെങ്കിൽ ഇല്ലാത്ത എന്നാണ് ഒയർ എന്ന വാക്കിനർത്ഥം. സൂവിൻ തിന്മ, രോഗം, കുറവ്. സൂവിൻ എന്ന വാക്കിനർത്ഥം തിന്മ, രോഗം, കുറവ്. ഒരു നാമമാണ്. ഉദ്ദേശിക്കുന്നത് വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗങ്ങൾ ഇല്ലാതെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആയത്തൻ ഒരുപാട് തവണ വന്നു. ദൃഷ്ടാന്തം അതൊരു നാമമാണ്. സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുന്ന തൻ എന്ന് വന്നുകൊണ്ട് അവസാനത്താവുന്നതുകൊണ്ട് സ്ത്രീലിംഗാണ്, ഏകവചനമാണ്. അടയാളം എന്നും അത്ഭുതം എന്നും ദൃഷ്ടാന്തം എന്നും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആയത്തുൻ എന്നുള്ളത്. നിങ്ങൾ ഈ നോട്ട്സ് നോക്കിയിട്ട് ഈ വാക്കുകളുടെ അർത്ഥം ഇതേപോലെ കൃത്യമായിട്ട് പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ രണ്ടാമതായി അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമയോട് പറയുന്ന സംഗതി എന്താണ്? താങ്കളുടെ വലത്തെ കൈ ഇടത്തെ പാർശ്വത്തിൽ തോൾ കൈയിന് താഴെ കക്ഷത്ത് വെച്ച് എടുക്കുക. അങ്ങനെ അത് വെള്ള വർണ്ണമുള്ള, തനി വെള്ള വർണ്ണമുള്ളതായിട്ട് പുറത്തെടുത്ത് അപ്പൊ പ്രകാശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് കയ്യിനോ ദേഹത്തിനോ ഒരു ദോഷവും അതുകൊണ്ടുണ്ടാവില്ല. കൈ അങ്ങനെ മാറ്റം സംഭവിക്കുമ്പോ സാധാ ഉള്ള ഒരു പടിയിലുള്ള ഒരു കൈ, സാധാ അവസ്ഥയിലുള്ള ഒരു കൈ കക്ഷത്ത് വെച്ച് പുറത്തേക്ക് എടുക്കുമ്പോ അതിലിങ്ങനെ തനി വെള്ള നിറവും പ്രകാശിക്കുന്നതായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ കൈക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു എന്ന് വിചാരിക്കണ്ട. അങ്ങനൊന്നുമില്ല.
തിരികെ വെച്ചാൽ പഴയ വടി തന്നെ ആവുകയും ചെയ്യും. നേരത്തെ വടി നിലത്തിട്ട് പാമ്പായപ്പോ ആ വടി വീണ്ടും പിടിക്കാൻ ആവശ്യപ്പെട്ട് വടി പിടിച്ചപ്പോ തിരിച്ച് അതൊരു വടിയായി മാറിയതുപോലെ തന്റെ കൈ അത് കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്തപ്പോ പ്രകാശിക്കുന്നു. തിരികെ അങ്ങോട്ട് തന്നെ വെക്കുമ്പോ പഴയ വടി കൈ തന്നെ യാതൊരു മാറ്റവും ഇല്ലാത്ത രൂപത്തിലുള്ള പഴയ അവസ്ഥയിലേക്ക് തന്നെ മാറിപ്പോവുകയും ചെയ്യുന്നു. അപ്പൊ വലത്തെ കൈയിലുള്ള വടി നിലത്തിടാൻ പറഞ്ഞു. പിന്നെ വലത്തെ കൈ ഇടത് ഭാഗത്തായിട്ട് നെഞ്ചത്ത് കക്ഷത്ത് വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. ഈ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം ചെയ്യാൻ പോകുന്ന നിർവഹിക്കാൻ പോകുന്ന വലിയൊരു ദൗത്യം, ആ ദൗത്യം ആളുകൾ സംശയിക്കുമ്പോൾ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ട അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളാണിത്. അതിന്റെ ആദ്യ പരിശീലനം ഇവിടെ നടക്കുന്നു. അല്ലാഹു അവിടെ അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വെച്ച് ആ തായ്വരയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ കാര്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. വളരെ ഗൗരവപ്പെട്ട ഒരു കൃത്യം നിർവഹിക്കുന്നതിനാണല്ലോ മൂസാ നബി അലൈഹിസ്സലാം പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അവരുടെ അല്ലാഹുവിലുള്ള വിശ്വാസം ഉറപ്പിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. അദ്ദേഹം എങ്ങോട്ടാണ് നിയോഗിക്കപ്പെടുന്നത്? സംശയമില്ലല്ലോ, ഫറോവയുടെ അടുക്കലേക്കാണ്. ഫറോവയുടെ മുമ്പിലുള്ള ജനങ്ങളുടെ അടുക്കലേക്കാണ്. അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാനാണ് അദ്ദേഹം പോകുന്നത്. വളരെ സാക്ഷാധികാരിയായ ഒരു ഭരണകർത്താവാണ് അവിടെയുള്ളത്. അവരാണ്, ഫറോവയാണ് അവിടെയുള്ളത്. ഈജിപ്തിലെത്തിയാൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് ഈ ധിക്കാരിയായ താൻ തന്നെയാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫറോവയെയാണ് അദ്ദേഹത്തിന് നേരിടാനുള്ളത്. മാത്രമല്ല വേറൊരു സംഗതി കൂടെ ഉള്ളത്, ഇക്കണ്ട കാലം മുഴുവനും അല്ലെങ്കിൽ ഒരുപാട് കാലം ഫറോവയുടെ കൊട്ടാരത്തിലായിരുന്നു താൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു കുറ്റകരമായ ഒരു സംഗതി, അതിന്റെ പേരിൽ അഥവാ ഒരു കൊലപാതകത്തിന്റെ പേരിൽ നാട് വിട്ടു പോന്ന വ്യക്തിയാണ്. അങ്ങനെ തിരിച്ചു ചെല്ലുമ്പോ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് അവിടെ അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉള്ള ഒരു കർത്തവ്യം നിർവഹിക്കാൻ പോകുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന സംഗതികൾ വലിയത് തന്നെയായിരിക്കണം, വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞതായിരിക്കണം. ഭയങ്കരമായ ചില പല തരത്തിലുള്ള വിഷമങ്ങളും പ്രതിബന്ധങ്ങളും അദ്ദേഹത്തിന് ഇനിയും നേരിടേണ്ടതായി വന്നേക്കും. കാരണം ഫറോവയാണ്. ഫറോവയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ്. ഇവിടെ ഈ ആയത്തിൽ നിങ്ങൾ കണ്ടോ, ജനാഹിക്ക എന്നാണ്. ഏതൊക്കെ ഇല ജനാഹിക്ക എന്ന് പറഞ്ഞിരിക്കുന്നു. സാധാരണ ജനാഹുൻ എന്ന വാക്കല്ല കക്ഷഭാഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ. പക്ഷെ ഇവിടെ ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഒരു അത്ഭുതം തന്നെയാണിത്. ജനാഹുൻ എന്നത് പക്ഷിയുടെ ചിറകിനാണ് അധികവും ഉപയോഗിക്കുക. പക്ഷികളുടെ ചിറകിനാണ് ജനാഹുൻ എന്ന് ഉപയോഗിക്കുക. അതേപോലെ ഇവിടെ അറബ് നാടുകളിലൊക്കെ ഹോസ്പിറ്റലുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സാധാരണ ഹോസ്പിറ്റലുകൾ നമ്മള് രോഗികൾ കിടത്തുന്ന വാർഡുകൾ, വലിയ സ്ഥലങ്ങൾ, അതിന് വാർഡ് എന്ന് പറയുന്ന വലിയ ഭാഗത്തിന് ഇവിടെ പറയുന്നത് ജനാഹുൻ എന്ന. രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന രൂപത്തിലാണല്ലോ ഉണ്ടാവുക. ഒരു ഇടനായയിൽ കൂടെ പോയിട്ട് രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന രൂപത്തിലാണല്ലോ അത് ഉണ്ടാവുക. അതിന് ജനാഹുൻ എന്നാണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ജനാഹുൻ എന്ന് മനുഷ്യ ശരീരത്തിലെ ഒരു അവയവത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ആ അവയവം പക്ഷിയുടെ ചിറക് പോലെയുള്ള ശരീരഘടനയുള്ള അസ്ഥികളുള്ള അങ്ങനെ തോന്നിക്കുന്ന ഒരു ഭാഗം അഥവാ ഭുജം എന്ന് പറയുന്ന മനുഷ്യന്റെ ആ തോളലിന്റെ അതേപോലെ കൈയിന്റെ മുകളിലുള്ള ആ ഭാഗവും കൂടി നിൽക്കുന്ന ഒരു ഭാഗത്തെയാണ്
ജനാഹുൻ എന്ന് പറയാ എന്ന് നമുക്കറിയാം. മാറിടം എന്ന് പറയും. ജനാഹിക്ക് എന്നത് താങ്കളുടെ മാറിടത്തിൽ, താങ്കളുടെ കക്ഷത്തിൽ എന്ന് പറഞ്ഞത് ആ ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. മനുഷ്യന്റെ കൈയും അതേപോലെ പക്ഷിയുടെ ചിറകിനും മനുഷ്യന്റെ ആ കൈയുടെ ഈ ജനാഹി എന്ന് പറയുന്ന ഭാഗത്തിന് അതിന്റെ പക്ഷിയുടെ ചിറകിനോട് സാമ്യമുള്ളത് നമുക്കറിയാം. ഈ ഭുജം എന്ന് പറയുന്ന ശരീരത്തിലെ അവയവമാണ് എന്ന് കാണാൻ സാധിക്കും. പിന്നെ ജനാഹുൻ എന്ന് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് വേറൊരു വാക്കുണ്ട്. നിങ്ങൾക്കറിയാം, മാതാപിതാക്കളോടുള്ള കടമകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ആ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ ചിറകുകൾ നിങ്ങൾ താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനാഹുല്ലി മിനർ റഹ്മ എന്നാണ്. മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോ നിങ്ങൾ അവരോട് കാണിക്കേണ്ട സംഗതി എന്ന് പറയുന്നത്, നിങ്ങൾ അവരുടെ മുമ്പിൽ എന്തുമാത്രം വിനയാന്വിതരായി തീരണം എന്നതിനൊക്കെ സംബന്ധിച്ചൊക്കെ പറയുന്നിടത്ത് നിങ്ങൾ നിങ്ങളുടെ ചിറകുകൾ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. ജനാഹുല്ലി മിനർ റഹ്മ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ജനാഹ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷികൾ തന്റെ കുഞ്ഞുങ്ങൾക്ക് ചിറക് താഴ്ത്തി കൊടുത്ത് അവയെ മഴയിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, ചൂടിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് പോലെ അപകടകരമായ ഒരു സംഗതി ഘട്ടത്തിൽ തങ്ങളുടെ ചിറകിനടിയിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് പോലെ നിങ്ങളും പ്രായമായ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇതേപോലെ സംരക്ഷണം നൽകണം എന്ന് പറയാൻ ജനാഹുല്ലി മിനർ റഹ്മ എന്നാണ് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. പോട്ടെ, ഇവിടെ രണ്ട് അത്ഭുതങ്ങളാണ്, രണ്ട് മോചിതത്വങ്ങളാണ്. കൈയുടെ വെളുപ്പ് എന്ന് പറയുന്നത് അത് ശുദ്ധിയെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ രോഗങ്ങളില്ല, അതിൽ നിന്ന് മോചിതമാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ് വെള്ള നിറം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ വലത് കൈയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലത് കൈയിൽ എഴുന്നത് താഴെ ഇടുക എന്ന് പറയുമ്പോ വലത് കൈയുടെ പ്രത്യേകതകളെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ മഹാത്ഭുതങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ ദൗത്യവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതായത് അഹങ്കാരിയായ ഫിറഔന് അള്ളാഹുവിന്റെ ശക്തിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് ഈ രണ്ട് സംഗതികൾ ഉപയോഗിക്കുന്നത്. കേവലം നിങ്ങളുടെ നിസ്സാരമായ കൈകൾ, ആ കൈകളിലുള്ള വളരെ നിസ്സാരമായ വടി, അതിനെ ഒന്ന് ജീവനുള്ളതാണ്, മറ്റൊന്ന് ജീവനില്ലാത്തതാണ്. എന്നാൽ അതുകൊണ്ട് ആ രണ്ട് സംഗതികളെയും പടച്ചവന് നിഷ്പ്രയാസം അതിന് മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ള ബോധ്യപ്പെടുത്തലാണ് ഇതിലൂടെ അള്ളാഹു ചെയ്യുന്നത്. ഇനി മറ്റൊരു നിലക്ക് ഇതിനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ രണ്ട് സംഭവങ്ങൾ നമ്മളോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? നിർജീവമായ വസ്തുക്കളായ വടിയും കയ്യും, നിർജീവമായ വസ്തുക്കളായ വടിയും അതേപോലെ കയ്യും അള്ളാഹുവിന്റെ ഒരൊറ്റ നോട്ടം കൊണ്ട്, അള്ളാഹുവിന്റെ ഒരൊറ്റ കൽപ്പന കൊണ്ട് അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളാക്കാൻ കഴിഞ്ഞെങ്കിൽ എല്ലാ ദിവസവും ഓരോ അടിമയുടെയും, നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന പടച്ചറപ്പ്, നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അറിയുന്ന പടച്ചറപ്പ്, നമ്മുടെ തേട്ടങ്ങൾ എന്താണെന്ന് കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പടച്ചറപ്പ്, പാപം കാരണം മരിച്ചുപോയിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ വിജ്ഞാനത്തിന്റെയും പ്രകാശത്തിന്റെയും ഒക്കെ ആ വലിയ സുന്ദരമായ അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ, നമ്മുടെ ഹൃദയത്തിന്റെ മാറ്റിക്കൊണ്ടുവരാൻ പടച്ചോൻ എത്ര എളുപ്പ ആലോചിച്ചു നോക്കൂ. നിർജീവമായ വസ്തുക്കളാണ് വടിയെയും കയ്യിനെയും പോലും പടച്ചവന്റെ ഒറ്റ നോട്ടം കൊണ്ട്, ഒരു നോട്ടം, ഒരു നേരത്തെ ഒരു കൽപ്പന, ഒരു നേരത്തെ ഒരു
അദ്ദേഹം പടച്ചവന്റെ ഒരു ഓർഡർ കൊണ്ട് ഇങ്ങനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന പടച്ചറബിനെ ആ ഹൃദയം എത്ര മലീമസമായാലും, എത്ര മോശക്കാരനായാലും മോശക്കാരിയായാലും, ആ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തുമാത്രം തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ പടച്ചോന് സാധിക്കൂലേ? എന്ത് എളുപ്പാ! അവൻ പടച്ചോന്റെ അടുക്കിലേക്ക് പോയ പോലെ, ആ പടച്ചോനെ സമീപിച്ചാ പോലെ നമുക്ക് എന്ന ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ചോദ്യം എന്താണെന്നറിയോ? മൂസാ നബിയുടെ വലത് കൈയിലെ വടി പാമ്പായി മാറിയെങ്കിൽ, മൂസാ നബിയുടെ വലത് കൈയിലുള്ള വടി കേവലം നിർജീവമായ ഒരു വടി ജീവനുള്ള ഒരു വലിയ പാമ്പായി മാറിയെങ്കിൽ, റഹ്മാന്റെ രണ്ട് വിരലുകൾക്കിടയിലുള്ള വിശ്വാസിയുടെ ഹൃദയം, പടച്ചോന്റെ കൈയിന്റെ വിരലിന്റെ ഉള്ളിലാണ് വിശ്വാസിയുടെ ഹൃദയം എന്ന് പറയുന്നുണ്ട്. അതിന്റെ രൂപവും ഭാവവും എങ്ങനെയാണെന്ന് ആലോചിക്കേണ്ട. ആ ഹൃദയം പാപത്തിന്റെ ഇരുട്ടിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ആരാധനയുടെ പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, ഒരു നല്ല വെളിച്ചമുള്ള വിശ്വാസിയായി, പ്രകാശിക്കുന്ന ഒരു വിശ്വാസിയായി മാറാൻ, അവന്റെ ഹൃദയം പ്രകാശം കൊണ്ട് നിറയാൻ എന്തെളുപ്പാണ്! പടച്ചവനോട് പടച്ചവനെ സാധിക്കൂലേ? പടച്ചവനിലേക്ക് തിരിയുന്ന വ്യക്തികൾക്ക് ഉണ്ടാകേണ്ട നല്ല വിചാരങ്ങളാണ്, പ്രതീക്ഷകളാണ് ഇവിടെ ഈ ചോദ്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വെക്കപ്പെടുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. 23-ാമത്തെ ആയത്ത്, ലിനുരിയക മിൻ ആയാതിനൽ കുബ്റ, ലിനുരിയക മിൻ ആയാതിനൽ കുബ്റ, നമ്മുടെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നിനക്ക് നാം കാണിച്ചു തരുവാൻ വേണ്ടിയത്രേ അത്. ലിനുരിയക, നിനക്ക് നാം കാണിച്ചു തരുവാൻ വേണ്ടി, അൽ കുബ്റ, മഹത്തായ, അബിനായാത്തിന അൽ കുബ്റ, നമ്മുടെ ആയത്തുകളിൽ നിന്ന് മഹത്തരമായത്. ലിനുരിയക, അവിടെ ലി എന്ന വാക്കുണ്ട്, അതിന് വേണ്ടി എന്നാണ് അർത്ഥം. നുരിയ എന്നൊരു വാക്കുണ്ട്, നാം കാണിച്ചു തരും, വർത്തമാനകാല ക്രിയയാണ്. നുരിയ, നു എന്ന് പറയുമ്പോൾ നാം എന്ന് ബഹുവചനാണ്. ക എന്നൊരക്ഷരം ഒരു അർത്ഥമുള്ള വാക്കുണ്ട്, നിനക്ക് എന്നാണ് അതിലുള്ളത്. മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, അവിടെയും മിൻ എന്ന വാക്കുണ്ട്, നിന്ന് എന്നാണ് അർത്ഥം. ആയാത്തുൻ, ദൃഷ്ടാന്തങ്ങൾ. ആയത്തുൻ എന്നതിന്റെ ബഹുവചനമാണത്. നാ എന്ന് പറഞ്ഞാൽ നമ്മുടെ. അൽ കുബ്റ, ഏറ്റവും വലിയ എന്നാണ്. അതൊരു വിശേഷണാണ്, സ്ത്രീലിംഗാണ്. കബീറൻ എന്നുള്ളതിന്റെ സൂപ്പർലേറ്റീവ്, ഏറ്റവും വലിയ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഫോമാണ് അൽ കുബ്റ എന്ന് പറയുന്നത്. അതുള്ള വാക്കുകളാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇവിടെ രണ്ട് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. എന്നിട്ട് ലിനുരിയക മിൻ ആയാതിനൽ കുബ്റ, വലിയ ദൃഷ്ടാന്തങ്ങൾ താങ്കൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഇത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഏതിനെ സംബന്ധിച്ചാണ് വലിയ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്നത്? ചില പണ്ഡിതന്മാർ കയ്യിലെ അത്ഭുതം വടിയിലെ അത്ഭുതത്തെക്കാൾ വലുതാണെന്ന് വാദിക്കുന്നു. കൈ കക്ഷത്തിൽ വെച്ചെടുക്കുമ്പോ പ്രകാശിക്കുന്നത് വടിയിലുള്ള അത്ഭുതത്തെക്കാൾ വലുതാണ് എന്ന് പറയുന്നവരുണ്ട്. കാരണം അതിനുശേഷം ഇവിടെ ഇത് മഹത്തായ അടയാളങ്ങൾ എന്ന് ഈ ആയത്തിൽ പറഞ്ഞത് കൊണ്ട്, രണ്ടാമത് പറഞ്ഞ കയ്യിനെ സംബന്ധിച്ചാണ് മഹത്തായ അടയാളങ്ങൾ എന്ന് സൂചിപ്പിച്ചത് എന്നർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ വേറെ ചില ആളുകൾ വടി സർപ്പമായി മാറുന്നതും മറ്റ് അത്ഭുതങ്ങൾ ആ വടി കൊണ്ട് നടത്തുന്നതുമായി ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ വടിയുടെ അത്ഭുതമാണ് കൈയിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. കാരണം വടി കൊണ്ട് പിന്നീടുണ്ടായ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് വെറും പാമ്പായി മാറുന്ന സംഗതികൾ മാത്രമായിരുന്നില്ല. പിന്നെന്തുണ്ടായിരുന്നു? വലിയ സമുദ്രങ്ങൾ ഉണ്ടായി, വലിയ ഉറവുകൾ അതുകൊണ്ട് പൊട്ടിയൊഴുക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ ചെങ്കടൽ അത് മാറി രണ്ട് ഭാഗത്തേക്ക് നിന്ന്
മലകളൊക്കെ വെള്ളം മാറി നിന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വടിക്കാണ് അതിനേക്കാൾ പ്രാധാന്യം എന്ന് പറയുന്നവരുണ്ട്. അത് വെറും ഒരു ചർച്ച മാത്രം. ഈ രണ്ട് അനുഗ്രഹവും ഈ രണ്ട് മോചിതത്തുകളും ഏറെ പ്രത്യേകതയുള്ളതാണ്, ഗംഭീരമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ കുബറ എന്ന് പറയുമ്പോ മൂസാ നബിക്ക് അള്ളാഹു എല്ലാ വിധത്തിലുള്ള സംരക്ഷണം നൽകുന്നു. പടച്ചവൻ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. മാർഗദർശനത്തിൽ അള്ളാഹു കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകുകയാണ്. നിങ്ങൾക്ക് വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരാൻ പോകുന്നു. ഫിറൗന്റെ ശക്തി അള്ളാഹുവിന്റെ ശക്തിയോട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമാണ് എന്ന് ഊന്നി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നാം നൽകുന്ന ദൃഷ്ടാന്തം, തെളിവുകൾ, അടയാളങ്ങൾ, അത് വളരെ മഹത്തരമാണ് എന്ന സൂചനയാണ് ഇവിടെയുള്ളത്. അള്ളാഹു തന്റെ കൽപ്പനകൾ നിറവേറ്റാൻ വേണ്ടി അദ്ദേഹത്തെ പിന്തുണക്കുന്നു എന്ന് ഉറപ്പു നൽകുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ആയത്തിനെ നമുക്ക് മറ്റൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ, ഇനിയും വലിയ വലിയ അത്ഭുതങ്ങൾ മൂസ താങ്കൾക്ക് നാം കാണിച്ചു തരാൻ പോകുന്നുണ്ട് എന്ന കാര്യം മൂസ നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു. അദ്ദേഹത്തെ ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം ഫിറൗനിന്റെ മുന്നിൽ നിന്ന് ഭയപ്പെടാതെ ധൈര്യത്തോടെ തന്റെ സന്ദേശം എത്തിക്കാൻ മാനസികമായി ശാരീരികമായി പ്രാപ്തനാക്കുകയാണ്. അതിനുവേണ്ടി റെഡി ആയിക്കോളൂ, നിങ്ങൾ എല്ലാ നിലക്കും അതിനെ സജ്ജരായിക്കോളൂ എന്നുള്ള നിർദ്ദേശമാണ് ഇവിടെ അള്ളാഹു നൽകുന്നത്. അള്ളാഹുവിന്റെ അത്ഭുതങ്ങൾ, അള്ളാഹുവിന്റെ പിന്തുണയും അള്ളാഹുവിന്റെ സഹായവും ഒരാളെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായാൽ പിന്നെ എന്താണ് അയാളെ സംബന്ധിച്ചിടത്തോളം പേടിക്കാനുള്ളത്? അതുകൊണ്ട് ധൈര്യമായി പോയിക്കോളൂ എന്ന് പറയാം. ഇവിടെ നമ്മൾ കാണുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമയോട് അള്ളാഹു സംസാരിക്കുന്ന സംസാരങ്ങളാണ്. അദ്ദേഹത്തോട് ഒരുപാട് സംഗതികൾ വാഗ്ദാനം ചെയ്യുകയും പല സംഗതികൾ കാണിച്ചു കൊടുക്കുകയും പല സംഗതികളിലും പരിശീലനം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതേപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമയോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചതുപോലെ മറ്റൊരു വിധത്തിൽ, ഇങ്ങനെ അല്ലെങ്കിൽ പോലും മറ്റൊരു വിധത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ വെച്ച് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. അത് ഏതാണെന്നറിയോ? അങ്ങനെ സംസാരിച്ച ചില ഘട്ടങ്ങളുണ്ട്. സൂറത്ത് നജ്മിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഇസ്രാ മിഅ്റാജിന്റെ ആ ഒരു സംഗതി. മിഅ്റാജിന്റെ രാത്രിയിൽ ഏഴാൻ ആകാശങ്ങളിൽ കടന്നു ചെന്ന് സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷത്തിന്റെ അടുത്ത് വെച്ച് സംസാരിക്കുന്ന സംസാരം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് നമുക്കറിയാലോ. അദ്ദേഹമാകട്ടെ അത്യുന്നതമായ മണ്ഡലത്തിലായിരുന്നു, ഉഫുഖിലായിരുന്നു. പിന്നെ അദ്ദേഹം അടുത്തു വന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അങ്ങനെ കൂടുതൽ അടുത്തു. അങ്ങനെ അദ്ദേഹം രണ്ട് വില്ലുകളുടെ അകലത്തിലോ അതിനേക്കാൾ അടുത്തോ ആയിരുന്നു. അമ്പം വില്ലുമില്ലേ, രണ്ട് വില്ലുകളുടെ ആ വില്ലിന്റെ രണ്ട് തലകളുടെ തലപ്പുകളുടെ അതിനേക്കാൾ അടുത്തായിരുന്നു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് തന്റെ ദാസന് വഹി നൽകേണ്ട കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് വഹി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിനെ കണ്ടിട്ടില്ല, അള്ളാഹു ഇതേപോലെ സംസാരിച്ചതല്ല, വഹി നൽകിക്കൊണ്ട് സംസാരിച്ച രംഗത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ അവസാനിപ്പിക്കുമ്പോ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, മുസ്ലിങ്ങൾ, വിശ്വാസികൾ എല്ലാ ദിവസവും അള്ളാഹുവുമായി സംസാരിക്കുന്നുണ്ട്. അതെവിടെയാ? അവരോരുത്തരും അവരുടെ നമസ്കാരത്തിലൂടെ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സ്സമാവാതി വൽ അർള എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് സംവദിക്കുന്നുണ്ട്.
ഓരോരുത്തരും അവരുടെ സുജൂദിലായിരിക്കുകയാണ് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്ക് വിശ്വാസികൾക്ക് അള്ളാഹുമായി ഇതേപോലെ മൂസാ നബി അലൈഹിസ്സലാം അടുത്ത് ചെന്നതുപോലെ അടുത്ത് ചെന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അള്ളാഹു തന്നെ പറയുന്നു, മൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാഅൻ. ഒരാൾ എന്നോട് ഒരു ചാണെടുത്താൽ ഞാൻ അവനോട് ഒരു മുഴം എടുക്കും. വമൻ തഖറബ ഇലൈഹി ദിറാഅൻ തഖറബ്തു ഇലൈഹി ബഅൻ. ഒരു മുഴമാണ് ഒരാൾ എന്നോട് എടുക്കുന്നതെങ്കിൽ അതിനേക്കാൾ നീളത്തിൽ, അതിനേക്കാൾ വലുപ്പത്തിൽ, അതിനേക്കാൾ കൂടുതലായി ഞാൻ അവന്റെ അടുക്കിലേക്ക് അടുക്കും. വമൻ മശാ ഇലയ്യ അതൈതുഹു ഹർവലതൻ. ആരെങ്കിലും എന്റെ അടുക്കലേക്ക് നടന്നാണ് വരുന്നതെങ്കിൽ ഞാൻ അവന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നതാണ് എന്ന് പറഞ്ഞ ഓരോരുത്തരും അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി എന്തുമാത്രം ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ, ഓരോരുത്തരും എന്താണ് അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി ചെയ്യുന്നത്, അതിനേക്കാൾ വേഗത്തിൽ, അതിനേക്കാൾ പ്രത്യേകമായി, അതിനേക്കാൾ എളുപ്പത്തിൽ അള്ളാഹു ഓരോ അടിമകളിലേക്കും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും അള്ളാഹു തന്നെ പറയുന്നതായി ഖുദ്സിയായ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ളത് നീ ഫിറഔന്റെ അടുക്കലേക്ക് പോകണമെന്ന കൽപ്പനയാ. അപ്പൊ സ്വാഭാവികമായിട്ടും മൂസാ നബി അലൈഹി സ്വലാം ഈ സംഗതി, ഈ ഒരു കൽപ്പന വന്നപ്പോ ഒരുപാട് സംഗതികൾ ഓർക്കുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള ശാരീരികമായ ചില കുറവുകളുണ്ട്, മാനസികമായി ധൈര്യം നേടേണ്ടതുണ്ട്. അങ്ങനെ പോകാനുള്ള പല സംഗതികളും അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ആ ആവശ്യങ്ങൾ ഓരോന്ന് അദ്ദേഹത്തിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് അടുത്ത ആയത്തിലുള്ളത്. പ്രത്യേകിച്ച് ഈ സംഗതി പറയുമ്പോ ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തഗാ എന്ന് പറയുമ്പോ നിങ്ങൾ ഫിറഔന്റെ അടുക്കലേക്ക് പോകണം മൂസ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം 8 കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അതാണ് അടുത്ത ആയത്തിന് ഇൻഷാ അല്ലാഹ്. ആയത്തുകളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാനുള്ളത് അള്ളാഹു കേൾക്കാനും അറിയാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ഖുർആനിന്റെ ഈ നിലക്കുള്ള പഠനവും ചിന്തയും കൃത്യമായി ആയത്തുകളുടെ അർത്ഥങ്ങളും ഒക്കെ ഇങ്ങനെ കൃത്യമായി വിശകലനം ചെയ്ത് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അതിന്റെ ഓരോ വാക്കുകളും നമ്മൾ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോ, പരിശോധിക്കുമ്പോ ആ വാക്കുകൾ ഓരോന്നും ഉപയോഗിച്ചിരിക്കുന്നത്, അത് ആ വാക്കുകൾ, അതിന്റെ പദങ്ങൾ ഓരോന്നും ക്രമപ്പെടുത്തിയിരിക്കുന്നത് അടുക്കും ചിട്ടയും ഓടുകൂടി അത് ഓരോ സ്ഥലത്തും അത് വെച്ചിരിക്കുന്നത് ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോ നമുക്ക് ഇതുപോലെ വളരെ വലിയ വലിയ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് നൽകിയ മോചിതത്തുകൾ പോലെ ആ കൈ കക്ഷത്തില് വെച്ച് എടുത്തപ്പോ പ്രകാശമായതുപോലെ, തന്റെ കയ്യിലുള്ള വടി നിരത്തിട്ടപ്പോ അത് പാമ്പായി മാറിയതുപോലെ നമ്മുടെ ബുദ്ധിയും ചിന്തയും കഴിവും അറിവും വിവേകവും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിയാൽ, പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിന്റെ മുന്നിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ, സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ, വലിയ മോചിതത്തുകൾ ഖുർആനിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അത്ഭുതങ്ങൾ ഖുർആനിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ കൊണ്ട് പ്രത്യേകിച്ച് അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. എല്ലാ വിധത്തിലും നന്മയും ഹൈറും ബർക്കത്തും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജോലിയിലും ജീവിതത്തിലും നമ്മുടെ സമ്പാദ്യങ്ങളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുട്ടികളിലും ഒക്കെ അള്ളാഹു റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും സാലിഹായ ആഗ്രഹങ്ങൾ ഈ ലോകത്തും പരലോകത്തും നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ രക്ഷയും സമാധാനവും നൽകുമാറാകണേ. റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.